വന്യജീവികളുടെ ആക്രമണം രൂക്ഷമായ കാഞ്ചിയാർ മറ്റപ്പള്ളി കോളനിയിൽ വഴിവിളക്കുകൾ സ്ഥാപിച്ച കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത്. ഈ മേഖലയിൽ വഴിവിളക്കുകളുടെ അഭാവം ഏറെ പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു. നാളുകളായി കാഞ്ചിയാർ മറ്റപ്പള്ളി കോളനി ഭാഗങ്ങളിൽ വന്യജീവികളുടെ ആക്രമണം രൂക്ഷമാണ്. വന്യജീവികൾ രാത്രിയായി പൊതുജനങ്ങൾ കടന്നുപോകുന്ന റോഡിൽ നിലയുറപ്പിക്കുന്നതിനാൽ പ്രദേശത്തുള്ള ആളുകൾക്ക് ഏറെ പ്രതിസന്ധിയാണ് ഉണ്ടാകുന്നത്. അതോടൊപ്പം പ്രദേശത്ത് വഴിവിളക്കുകളുടെ അഭാവവും പ്രദേശവാസികളെ ഏറെ ദുരിതത്തിലാക്കുന്നു. ഇത് HCN ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിനു പിന്നാലെയാണ് കാഞ്ചിയാർ പഞ്ചായത്ത് അംഗം തങ്കമണി സുരേന്ദ്രന്റെ അടിയന്തര ഇടപെടൽ മൂലം പഞ്ചായത്ത് കമ്മിറ്റിയിൽ ചർച്ച ചെയ്ത വഴിവിളക്കുകൾ സ്ഥാപിക്കുവാൻ തീരുമാനമായത്. 25ഓളം വഴിവിളക്കുകൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ മേഖലയിൽ സ്ഥാപിക്കുകയും ചെയ്തതായി തങ്കമണി സുരേന്ദ്രൻ പറഞ്ഞു. അവിടെ ആ ഭാഗങ്ങളിൽ നമ്മുടെ വഴിവിളക്കുകൾ ലൈറ്റെല്ലാം പോയി കിടക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിൽ ഞാൻ പഞ്ചായത്ത് കമ്മിറ്റിയിൽ ആവശ്യപ്പെടുകയും അത് അടിയന്തരമായിട്ട് ചർച്ച ചെയ്ത് യുദ്ധകാലാടിസ്ഥാനത്തിൽ അവിടെ ലൈറ്റ് വെക്കുന്നതിനുള്ള ഒരു തീരുമാനം പഞ്ചായത്ത്. ഈ ആനശല്യമുള്ള ഭാഗത്ത് നമ്മുടെ കാവടിക്കവല മുതൽ മറ്റപ്പള്ളി ഏരിയ വരെ ഒരു 24 ലൈറ്റുകൾ പുതിയ ലൈറ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇതോടുകൂടി അവിടുത്തെ ആ ഒരു പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. എല്ലാ കാലങ്ങളിലും കാട്ടാന ഇറങ്ങുന്നതാണ്. എന്നാൽ ഈ പ്രാവശ്യം ജനവാസ മേഖലയിൽ ഇറങ്ങുകയും പിന്നെ കൃഷി നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് ഉള്ളത്. അപ്പോൾ ജനങ്ങളെ സംരക്ഷിക്കുക എന്നുള്ള ഉത്തരവാദിത്വം നമുക്ക് ഏറ്റെടുത്തുകൊണ്ട് മറ്റു കാര്യങ്ങൾ ഇനി ഫോറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടാണേലും റേഞ്ച് നിർമ്മിക്കുകയോ അതിൻ്റെ ബാക്കി നടപടിക്രമങ്ങൾ എങ്ങനെയാണോ അത് ചെയ്യാനായിട്ടാണ് ആലോചിക്കുന്നത്. കാവടിക്കവല മുതൽ മറ്റപ്പള്ളി കവല വരെയാണ് 25ഓളം ലൈറ്റുകൾ അടിയന്തരമായി സ്ഥാപിച്ചത്. അതോടൊപ്പം വന്യജീവികളുടെ ആക്രമണം തടയുന്നതിനായി വനംവകുപ്പ് ഓഫീസിന്റെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടാകുമെന്നും ഇതിനായി അടിയന്തര ഇടപെടൽ ഉണ്ടാകുമെന്നും ഗ്രാമപഞ്ചായത്ത് അംഗം വ്യക്തമാക്കി.